തത്വചിന്തകനായ ഗബ്രിയേൽ മർസേൽ ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നു: എൻ്റെ സഹോദരൻ എൻ്റെ സ്വർഗമാണ്. വ്യക്തമായി പറഞ്ഞാൽ, ഈ ഭൂമിയിൽ ഞാൻ കണ്ടുമുട്ടുന്ന എൻ്റെ സഹോദരങ്ങളെല്ലാം തന്നെ എനിക്ക് നന്മ ചെയ്യുവാൻ, പരസഹായം ചെയ്യുവാൻ, കരുണ കാട്ടുവാൻ ദൈവം ഒരുക്കി തന്ന അവസരങ്ങളാണ്. സ്നേഹത്തോടെ അവരോട് സംസാരിക്കുവാൻ, കരുതലോടെ അവരെ കരുതുവാൻ, കരുണയോടെ അവരോട് ക്ഷമിക്കുവാൻ, അനുകമ്പയോടെ അവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കുവാൻ ദൈവം ഒരുക്കി തന്ന അവസരങ്ങൾ. ഈ അവസരങ്ങളെല്ലാം തന്നെ വേണ്ടവിധം പ്രയോജനപ്പെടുത്തുമ്പോൾ കർത്താവിൻ്റെ കാരുണ്യത്താൽ ഞാൻ സ്വർഗരാജ്യത്തിന് അർഹനായി തീരുകയാണ്. അപ്രകാരം എൻ്റെ സഹോദരൻ എൻ്റെ സ്വർഗമായി തീരുകയാണ്. വചനയാത്രയിലൂടെ ക്രിസ്തുവിനെ അനുഭവിച്ചറിയുന്ന പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സഭാമാതാവ് നമുക്ക് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന വചനഭാഗം ലൂക്ക എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 36 മുതൽ 38 വരെയുള്ള വചനഭാഗങ്ങളാണ്. നമ്മോടൊപ്പമുള്ള നമ്മുടെ സഹോദരങ്ങളോട് കരുണ കാണിക്കുവാൻ, കരുണയുള്ള മനുഷ്യരായി തീരുവാൻ ക്രിസ്തുനാഥൻ ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മെ ക്ഷണിക്കുകയാണ്. ക്രിസ്തു പറയുന്നു, നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും. അതായത്, നമ്മുടെ ജീവിത വഴിത്താരയിൽ ദൈവം നമുക്ക് ദാനമായി നൽകിയ കഴിവുകളും താലന്തുകളും അവസരങ്ങളും നാം എപ്രകാരമാണോ പ്രയോജനപ്പെടുത്തുന്നത്, അപ്രകാരമായിരിക്കും ദൈവവും നമ്മോടും വർത്തിക്കുന്നത്. കരുണയുള്ളവരായിരിക്കുവിൻ എന്നാവശ്യപ്പെട്ടുകൊണ്ട് ക്രിസ്തീയതയെക്കുറിച്ച്, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കുക എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത് എന്നതിനെക്കുറിച്ച് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുകയാണ്. ക്രിസ്തീയത എന്നത് സ്വാർത്ഥമായി നമ്മുടെ ഭവനങ്ങളിൽ സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കി ഒളിഞ്ഞിരിക്കുന്നതല്ല. മറിച്ച് ക്രിസ്തു നിസ്വാർത്ഥമായി, വ്യവസ്ഥകളില്ലാതെ, നിബന്ധനകളില്ലാതെ നന്മകൾ ചെയ്ത് കടന്നു പോയതുപോലെ നമ്മുടെ സ്വാർത്ഥതയിൽ നിന്നും, അതായത് ഞാൻ, എൻ്റേത്, എനിക്കുള്ളവ എന്നുള്ള ചിന്താഗതിയിൽ നിന്നുമൊക്കെ മോചിതരായി സാധിക്കുന്ന എല്ലാവർക്കും നന്മ ചെയ്യുവാൻ ക്രിസ്തീയത നമ്മെ ക്ഷണിക്കുകയാണ്. അതുകൊണ്ടാണ് ഓരോ അനുതാപ പ്രാർത്ഥനയിലും നാം ഏറ്റുപറയുന്നത്, വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും മാത്രമല്ല, ഉപേക്ഷയാലും ഞാൻ ഏറെ പാപം ചെയ്തു പോയി. അങ്ങനെയെങ്കിൽ ഇന്നത്തെ സുവിശേഷം ആവശ്യപ്പെടുന്നത് പോലെ നമ്മുടെ ഹൃദയങ്ങൾ വിശാലമാക്കി നമ്മുടെ സഹോദരങ്ങൾക്ക് നന്മ ചെയ്യുവാൻ നമുക്ക് തയ്യാറാകാം. അവരോട് ക്ഷമിക്കുവാനും, അവർക്ക് ദാനമായി കൊടുക്കുവാനും, അവരെ വിധിക്കാതിരിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. വീണ്ടും ക്രിസ്തീയത എന്നത് അധികം ചെയ്യുക എന്നുള്ളതാണ്. തീർച്ചയായും സാധാരണ മനുഷ്യർ ചെയ്യുന്നതിനേക്കാളും കൂടുതലായി ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നമുക്ക് ചെയ്യുവാൻ സാധിക്കും. ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരായ നമ്മളെല്ലാവരും കുറവുകളും പരിമിതികളും ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ നാം കണ്ടുവരുന്നത്, തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുക, തങ്ങളെ സഹായിക്കുന്നവരെ സഹായിക്കുക, തങ്ങളോട് കരുണ കാണിക്കുന്നവർക്ക് കരുണ കാണിക്കുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ക്രിസ്തു നമ്മോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? പാപികളും ചുങ്കക്കാരും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലേ? അപ്രകാരം നമ്മുടെ സ്വാർത്ഥതയിലും ചട്ടക്കൂടുകളിലും അടയിരിക്കാതെ നാം കണ്ടുമുട്ടുന്ന എല്ലാവർക്കും സാധിക്കുന്ന നന്മകൾ ചെയ്തു കൊടുത്തുകൊണ്ട് എല്ലാവർക്കും എല്ലാമായി തീരുവാൻ ക്രിസ്തുനാഥൻ നമ്മെ ക്ഷണിക്കുകയാണ്. അതേ പ്രിയപ്പെട്ടവരെ, നന്മ ചെയ്യുവാനുള്ള നമ്മുടെ മനസ്സുകളെ കൂടുതൽ വിശാലമാക്കേണ്ട തപസ് കാലത്തിലാണ് നാം ആയിരിക്കുക. അപ്രകാരം നമ്മുടെ മനസ്സുകളിൽ നിന്ന് സ്വാർത്ഥതയും ചട്ടക്കൂടുകളുമെല്ലാം എടുത്തു മാറ്റിക്കൊണ്ട് ക്രിസ്തു ആവശ്യപ്പെടുന്നത് പോലെ ആരെയും വിധിക്കാതെയും ആരെയും കുറ്റം ആരോപിക്കാതെയും എല്ലാവരെയും ക്ഷമിക്കുവാനും എല്ലാവർക്കും നൽകുവാനും നമ്മുടെ മനസ്സുകളെ നമുക്ക് വിശാലമാക്കാം. അപ്രകാരം
ദൈവം നമുക്ക് ദാനമായി നൽകിയ കഴിവുകളും താലന്തുകളും അവസരങ്ങളും നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തി നമ്മുടെ സഹോദരർക്ക് നന്മകൾ ചെയ്ത് ഗബ്രിയേൽ മർസേൽ പറയുന്നത് പോലെ നമ്മുടെ സഹോദരങ്ങളെ നമ്മുടെ സ്വർഗമാക്കി തീർക്കാൻ നമുക്ക് പരിശ്രമിക്കാം. സർവശക്തനായ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.